ഹലോ ഗൈസ്, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ ഒന്നിച്ചൊരു വൺ ഡേ ടൂർ പോകാനുള്ള പ്ലാനിലാട്ടോ. എല്ലാവരും ഇരുന്നിങ്ങനെ ചർച്ച ചെയ്യുമ്പോഴേ വലിയവരെ പറഞ്ഞു നമുക്ക് നിന്ന് ഞാൻ സ്ഥിരം മീൻ പിടിക്കുന്ന കർമ്മയിലോട്ട് പോവാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടെ അങ്ങോട്ടുള്ള യാത്രയിലാട്ടോ. ഒന്നിച്ച് എല്ലാവരും കൂടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള യാത്രകൾ പോകുന്നത് നല്ലതാട്ടോ. മനസ്സും ശരീരമൊക്കെ നന്നായിട്ടൊന്ന് കൂളാവാൻ ഇങ്ങനെയുള്ള യാത്രകളെ നന്നായി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാട്ടോ. പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മളെ പലപ്പോഴും ബേക്കിലോട്ട് തന്നെ വലിക്കുക ചെയ്യാം. പലപ്പോഴും പിന്നീട് ചിന്തിക്കും പിന്നീടാവാന്ന്. ചിലപ്പോൾ പോകാൻ ടൈമും കിട്ടിയില്ലാന്ന് വരും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അസുഖങ്ങളായിട്ടും മറ്റൊക്കെ ആയിട്ടേ. ഏതായാലും ഇപ്പം അതിൻ്റെ യാത്രകൾ പോകാട്ടോ. പൊന്നാനി ബീച്ചിക്കാട്ടോ പോകുന്നത്. ചെറിയ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. കാറ്റൊക്കെ അടിച്ചാൽ പെട്ടെന്ന് കഫക്കെട്ടും പനിയൊക്കെ വരുമല്ലോ. അത് കാരണം എവിടേക്ക് പോകാനും പേടിയാണ്. എന്നാലും നമുക്ക് പോയേക്കാം. ഏതായാലും ബീച്ചിക്ക് എത്താറായി. എത്തിട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം. നല്ലൊരു കാറ്റ് വന്ന് നമ്മളെ തഴുകുന്നുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട് കേട്ടോ. ജങ്കാറിൽ കയറണമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. താത്താക്കാണെങ്കിൽ ഭയങ്കര പേടി കയറാന്. അപ്പൊ കുഞ്ഞുമ്മ അവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് ഭയങ്കര തഗ് വാരി വിതറുന്നു കേട്ടോ. മരിക്കാണെങ്കിൽ എല്ലാവർക്കും വെള്ളം കുടിച്ച് മരിക്കാലോ താത്ത. അങ്ങനെ പറയുമ്പോഴാണ് ഞാനില്ല, മരിച്ചാലും ഞാനിത് കയറൂലെന്ന് പറഞ്ഞാണ് താത്ത. അപ്പൊ രണ്ടാമത്തെ ബ്രോ വന്നിട്ട്, താത്ത അഥവാ മരിക്കാണെങ്കിൽ ഈ കുട്ടികളും മുതിർന്നവരൊക്കെ പോയിട്ട് നിങ്ങളൊറ്റയ്ക്ക് എന്താ ചെയ്യുക? അപ്പൊ പിന്നെ താത്താക്ക് പേടിയായി തുടങ്ങിട്ടോ. അപ്പൊ താത്ത പറഞ്ഞു ഏതായാലും വേണ്ടില്ല, ഞാനെന്നാ കയറിക്കോളാം. പക്ഷെ ഞാൻ തുറന്നുങ്ങാണ്ട് കയറൂല. ഞാൻ അടച്ചുങ്ങാണ്ട് എന്നെ അതിൽ ഇരിക്കുള്ളൂ. എനിക്ക് പേടിയാണെന്ന് അറിയിട്ട് താത്ത. അങ്ങനെ ഏതായാലും ജങ്കാറിൽ കയറിട്ടോ. എല്ലാവരും സേഫ്റ്റി കോട്ടൊക്കെ ധരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ പേടിയൊക്കെ കാട്ടിയാലേ ഇവരങ്ങനെ നിസ്സാരക്കാരൊന്നും കേട്ടോ. ഇവരടുത്ത് നല്ല കലാവാസനൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് ഉള്ളിക്കൃഷി വരെ ഇവര് മൂന്നാളും കൂടി ചെയ്യുന്നുണ്ട്. കൂടെ അമ്മി ഉണ്ടാവും. ഇപ്പം ആ 3 പ്രദേശവും വീട്ടിലേക്ക് ഒരു പച്ചക്കറിയും കൊണ്ടുവരില്ല എന്നാണ് പറഞ്ഞേക്കണത്. ഒക്കെ ഇവരെന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ, ഇപ്പം ഞങ്ങൾ റോട്ടിലൂടെ ഒന്നും പശുക്കൊക്കെ ഒന്നും പോകാനൊരു പാകമില്ല. പശുക്കളൊക്കെ പോകുമ്പോൾ അങ്ങനെ നോക്കിക്കും ഇവരെ ഏറ്റവും വലിയ ജോലി എന്താണോ, ഈ പശുക്കളൊക്കെ പോകുമ്പോൾ നോക്കിക്കുക. പശുക്കളൊക്കെ പോകുമ്പോൾ കണ്ണ് മറിയണ വരെ ഇങ്ങനെ നോക്കിക്കും. പിന്നെ അവിടെ കൃഷിക്കുള്ള വളം എവിടെയെങ്കിലും ഇട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കും. അതൊക്കെ ഇവരെന്നെ നോക്കണ്ടേ. രണ്ടാമത്തെ നാത്തൂനും ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആളാണ്. 37 ചെറിയ ഉള്ളി വരെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി കൃഷി ചെയ്യാനുള്ള ആലോചനയിലാട്ടോ. ചെറിയോടും കുഴപ്പമൊന്നുമില്ല, കമ്മിയൊന്നുമില്ല. 37 മൂത്തച്ചിയാളല്ലേ, ഓളൊപ്പം കൂടി കൊടുക്കും. ഇപ്പം എല്ലാവർക്കും ഒരു ധൈര്യം കൂടി. ഇപ്പോൾ സേഫ്റ്റി കോട്ടൊക്കെ ഊരിനുണ്ട്. ഇപ്പോൾ ജാക്കറ്റിനോടൊക്കെ എന്തോ ഒരു പുച്ഛം പോലെയാണ് അവർക്കൊക്കെ തോന്നുന്നത്. ഓരോരുത്തർ ഊരി എറിയാ. ഏതായാലേ എല്ലാവരും കൂടുമ്പോഴേ ഇങ്ങനെയുള്ള യാത്രകൾക്ക് 10 മടങ്ങ് ഭംഗിയാണ് കേട്ടോ. ഏതായാലും എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലാവരെക്കാട്ടും ഭയങ്കര സന്തോഷമല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് കാണാനും ഒക്കെ. ചെറിയവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് കൂടി. പേടിയൊക്കെ ഒടുക്കോ പോയിക്കണ്. കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു, ഇളകാതൊക്കെ ഇരുന്നേന്ന്. അപ്പോൾ ഇവളൊക്കെ മൊത്തണ്ടില്ലേ ഭയങ്കര എക്സ്പ്രഷനാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിക്കുകയാണേ. കുഞ്ഞുമോൻ ഭയങ്കര ചർച്ചയിലാണ് മീൻപിടുത്തത്തിനെ പറ്റിയിട്ടാട്ടോ. മാമനോട് ഇങ്ങനെ ചോദിച്ചാലാണ് ഇവിടെ എവിടേക്ക് നിങ്ങൾ ചൂണ്ടലിടുക, എങ്ങനെയൊക്കെ പിടിക്കുക, വല എവിടേക്ക് ഇടുക, എന്തൊക്കെ കാണും. നേശുട്ടിക്കൊക്കെ ധൈര്യം ഭയങ്കര തോന്നണേ. കൈ വിട്ടൊരു പോക്കടെ പോവാണ്. ഒന്നും ചെയ്തില്ലല്ലോ. 3 പ്രദേശം കൂടി ഇരിക്കണൊക്കെ ഓരെന്തോ കാര്യപ്പെട്ട ചർച്ചയിലായിരുന്നു. ഏതായാലും നമുക്ക് ഫോട്ടോ എടുക്കാറുങ്ങാണ്ട് കുഞ്ഞുമോൻ ചെല്ലുന്നുണ്ട്. അപ്പം പിന്നെ മോൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഉമ്മച്ചി ഇവിടെ നിന്നിട്ടില്ല, അങ്ങോട്ട് പോയി ഇറങ്ങാണ്ട്. ഡ്രൈവറ് സീറ്റൊക്കെ അങ്ങോട്ട് തട്ടി മാറ്റിട്ടൊക്കെ പോകണം കേട്ടോ. ഏതായാലും സംഭവം പൊളിയാട്ടോ. കുട്ടികളും കൊണ്ടുള്ള അങ്ങനത്തെ യാത്രയൊക്കെ നല്ല രസമാണ്. നേഷുബിൻ്റെ ആദ്യമായിട്ടുള്ള അനുഭവം കേട്ടോ. അതും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തു കൂടി പോകുന്നുള്ളൊരു പേടിയും ടെൻഷനുള്ളൂ. ഏതായാലും പ്രകൃതിയുടെ ഭംഗി എന്ത് രസമല്ലേ കാണാൻ. നല്ല മൊഞ്ച.
നന്നായിട്ട് ആസ്വദിക്കാൻ തന്നെ പറ്റും കേട്ടോ. ബിനുമോളും റിസുമോളും നന്നായിട്ട് അനുഭവിക്കണന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്തോ കാര്യപ്പെട്ട് കാണിച്ചു കൊടുക്കണമൊക്കെ ഉണ്ട് ബിനുമോള്. കുഞ്ഞുമോന് ദീർഘവീക്ഷണത്തിലാട്ടോ. ഏതായാലും കടലിൽ അറ്റത്തേക്ക് എത്തിട്ടോ, കടലിൻ്റെ അടുത്തേക്ക് എത്തി. നേഷു ബേബി ഇത് വീടിന് തേക്കാൻ പറ്റുമോ എന്നുള്ളത് കാലൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഏതായാലും വീട് തേപ്പ് പണി നടക്കാനുള്ള ഇതിലാണല്ലോ അപ്പോൾ ആദ്യം കാല് ടെസ്റ്റ് ചെയ്യാൻ കരുതി. ഞാനും വലിയ പുറം ഇല്ലാത്തവരൊക്കെ ഇറങ്ങിക്കണം കേട്ടോ. നേഷു ബേബിനെ കൊണ്ട് അത് രണ്ടാമത്തെ മാമന്. കുഞ്ഞുമോൾക്ക് ഒരു പേടിയില്ല, അങ്ങനെ ഇറങ്ങി ഓടുക. ഓണെന്തോ പെറുക്കി കൊടുക്കണ്, മറ്റുള്ളവരൊക്കെ അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കണമുണ്ട്. ശങ്ക തോന്നുന്നുണ്ട് കണ്ടിട്ട്. കുറേ കൊടുന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ മറ്റുള്ളവരും ഓനത് പെറുക്കി കൊടുക്കാനും. ഷാലൊക്കെ മൊത്തത്തിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കവറിലാക്കി വെക്കുന്നുണ്ട്. എന്തിനു പറയണ, മണൽ വരെ അടിച്ചു മാറ്റി കവറിലാക്കി വെച്ചോലുണ്ട്. ഉമ്മാക്കാണെങ്കിൽ ഉമ്മാനെ പേരക്കുട്ടികളെ എണ്ണം കറിഞ്ഞാലോ വെച്ചിട്ട് ഉമ്മ വള്ളത്തേക്ക് ഓടി പാഞ്ഞലുണ്ട്. ഏതായാലും വലിയ ബ്രോ കുട്ടിക്ക് കാട്ടി കൊടുക്കുക. വലിയ മോനും ചെറിയ മോനും. ഇത് ബിനുമോളും റിസുമോളും. ഓർക്ക് എങ്ങനെയൊക്കെ നിൽക്കണ്ടെന്ന് തന്നെ അറിയുന്നില്ല. ഏതായാലും മൈൻഡപ്പ് ചെയ്യാൻ സമയമായി. താങ്ക് യു ഓൾ.